ഇപ്പോൾ ആ കുട്ടിയുടെ കുടുംബം കുട്ടിയുമായി ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. তুমি আব্বার তো বাড়তে আসলো ও তো তোরা বাড়তে আসলো আম্মা তো মারছো আমি বলছি আমি গেলে বকিছি তুমি তো আব্বার বাড়তে আসলো তুমি ഒന്ന് നിങ്ങൾ പറഞ്ഞ അകത്ത് കയറി വെച്ചിരുന്നു ഞാൻ മൈക്ക് പിടിക്കാം মারতাম মারিনি তোমারে মা তোমার মারিনি আব্বা তাইরাও মারছি তো তাইরাও মারছি তোমারও মারছি তুমি কিদে লাগিয়ে গেলাই যে খোসাই আমি ফলাইয়া তুমি বড় তোমার তোরা বেশ বুঝাই মায়া করি হবু তুই বেশ মায়া কারে করি তোমারে করি আর তুমি গেলাই তখন লাগিয়ে লাগিয়ে আচ্ছা কিছু খাইছো নি বাবা কোথা কিটা খাইছো খানা যাইতে করে ট্রেনে উঠিছো বাবা বাড়ি দিতে করিনি খানা দূরে গিয়ে রইবে আউরি বাদে দিন কোনো কে বেশি লাইতে যাইতে পারছো নি দেখছো নি আও তো সারা মঞ্জের পেরেশান আমরা যেন ও পরু রাত তোমার লগে ভাত খাইছিলাম আর ভাত খাইছি না বই নিয়ে খাইছি না খানতে খানতে তাই মাছে হয়তো বেশি খান্দে খানতে খানতে ঘুমাইছে মুখ ফুলি গেছে সারা আচ্ছা শুনবাই বাদে এখন আচ্ছা বলতে রাখি দে হ্যাঁ സംസാരിച്ചിരിക്കുകയാണ് കുടുംബം. मारा था इसलिए चला गया मारो मारेगा बोल के गया था इसलिए भय खा के मैं चला गया मैं आज छोटू बेटे को नहीं मार रहा है मेरे को ज़्यादा मारता है इसलिए मैं चला गया भय लग गया भय को चला गया इसलिए चला गया यही बात कर रहा है वही बात दूसरा बेटी 4 साल से मारा था इसलिए चला गया दूर किधर जाएगा मालूम नहीं किधर दूर जाएगा दूर कोई दूर जाएगा किधर मालूम नहीं कोई जगह उसको नहीं मालूम ये बोला था തൻ്റെ മകളുമായി ടെലിഫോണിലൂടെ നേരിട്ട് കണ്ട് സംസാരിച്ചിരിക്കുകയാണ് ആ ഒരു കുടുംബം. വളരെയധികം വൈകാരിക നിർഭരമായ കാഴ്ചകൾ തന്നെയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ തൻ്റെ മകളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് പറയാതെ പോയത് എന്നുള്ളൊരു കാര്യം. വളരെയധികം വൈകാരിക നിർഭരമായി തന്നെയാണ് അവർ സംസാരിച്ചത്. കുട്ടി എത്രയും പെട്ടെന്ന് തിരികെ വരട്ടെ. നിലവിൽ അമ്മയും ചോദിച്ചു മകളെ ഫുഡ് കഴിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചു. അത്തരത്തിൽ വളരെയധികം ആശ്വാസവാക്കുകൾ കൂടി നൽകിയാണ് ആ ഒരു ടെലിഫോൺ സംഭാഷണം അവർ അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ശാലിനി, വളരെയധികം വൈകാരിക നിർഭരമായൊരു കാഴ്ച തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത്. എത്രത്തോളം ആണ് അവരുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയാൻ സാധിക്കില്ല. എന്തു തന്നെയായാലും മകളെ തിരിച്ചു കിട്ടിയതിൽ വളരെ വലിയൊരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇത്രയും മണിക്കൂറുകൾ തങ്ങളെ തീറ്റിച്ചതിന് ഒരു ആശങ്കയും അവർ ആ കുട്ടിയെ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് മറ്റ് പ്രതികരണങ്ങൾ?
അധികം ആശങ്കകൾ നിലനിന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വൈകാരികമായി തന്നെയാണ് ആ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. തസ്മീദിന്റെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ കോളിൽ സംസാരിക്കണമെന്ന് കുറച്ചു മുമ്പ് പോലും അവർ ഓഫ് ദ റെക്കോർഡായി ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ തന്നെ വീഡിയോ കോൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ കോൾ സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായി തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചു, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. നീ എന്തിന്റെ പേരിലാണ് ഇവിടെ നിന്ന് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. വേഗം മടങ്ങി വരൂ വീട്ടിലേക്ക് എന്നുള്ളതാണ് ആ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചതിനു ശേഷം ഇവിടെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു രണ്ട് കുട്ടികൾ കൂടി ഈ വീട്ടിലുണ്ട്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ മാധ്യമപ്രവർത്തകരുണ്ട്. അങ്ങനെ വളരെ വൈകാരികമായ നിമിഷത്തിലൂടെയാണ് കഴിഞ്ഞ 37 മണിക്കൂർ ഈ വീട് കടന്നുപോയത്. അതിനേക്കാളും വൈകാരികമായി തന്നെയാണ് ഈ ഒരു കുടുംബവും ഇപ്പോഴും കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. എന്തായാലും ഒരു നീണ്ട കൂട്ടത്തിന്റെ അല്ലെങ്കിൽ നീണ്ട ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായും മലയാളികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും ഒക്കെയാണ് ഇപ്പോൾ ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ആശങ്കാജനകമായ ചില മണിക്കൂറുകൾക്ക് ആശ്വാസകരമായ വാർത്ത ഈ മണിക്കൂറിൽ ഇവിടെ നിന്ന് വരുമ്പോൾ അത് എത്രത്തോളം സന്തോഷത്തിലാണ് ഈ കുടുംബം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയധികം സന്തോഷത്തിലാണ് ഈ കുടുംബം ഉള്ളത് എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. കാരണം മലയാളികളുടെ ഒരു ഉത്തമ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു കുടുംബത്തിന്റെ വിവിധ മേഖലകളിലുള്ള സമയമല്ല. 13 വയസ്സുകാരിയാണ്. ആദ്യമായിട്ടൊരു ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ ആശങ്കകൾ കുടുംബത്തിനുണ്ട്, ഒപ്പമുള്ളവർക്കുണ്ട്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ഈ ചിത്രങ്ങളടക്കം പ്രദർശിപ്പിക്കുകയും ചെയ്തു. കാരണം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ്. ആ വാർത്തകളുടെ ഭാഗമായിട്ടൊക്കെ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് വളരെ കുറവാണ്. ചില നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും എന്തായാലും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം അത് വളരെ സഹായകമായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളുടെ ഇടപെടൽ, ഒപ്പം തന്നെ സഹായത്തിലെത്തിയ ഒരുപാട് മലയാളികളുടെ പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു കാര്യത്തിന് സഹായമായിട്ടുണ്ടായാലും ഒരു മറ്റൊരു നാട്ടിലെ കുട്ടിയാണ്. അതിവിടെ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്തായാലും ആ കുട്ടിയെ കണ്ടെത്താൻ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. ആ ഒറ്റക്കെട്ടായി നിന്ന് ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഒരു 37 മണിക്കൂറിന് ശേഷം ഒരു കേടുപാടുകളും ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ആ പെൺകുട്ടിയെ സുരക്ഷിതമായി കിട്ടാൻ സഹായിച്ചത്. എന്തായാലും ഈ മലയാളി അസോസിയേഷനിലെ ആളുകൾ എത്തുമ്പോൾ ആ പെൺകുട്ടിയെ ട്രെയിനിൽ മറ്റു ചിലർ ഞങ്ങളുടെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് കൈക്കലാക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് കൃത്യമായ അവരുടെ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് മലയാളി അസോസിയേഷൻ നടത്തിയ ഇടപെടൽ അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെൺകുട്ടി കേരളത്തിലേക്ക് വരാനുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കുന്നത്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരുപക്ഷെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ കടന്നുപോയത്. ഒരുപക്ഷെ ഇനി നമ്മളും കാത്തിരിക്കുന്നത് ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. എപ്പോഴാണ് കുട്ടി തങ്ങളുടെ മാതാപിതാക്കൾക്ക് അരികിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മുൻപും നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തുള്ള ക്രമസമാധാന നിലയുടെ കാര്യവും ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകളും ഒക്കെ തന്നെയും നമുക്കറിയാം. ഒരുപക്ഷെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ തലസ്ഥാനത്തടക്കം എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം വളരെയധികം ഒരു ആശങ്ക തന്നെയാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇന്ന് ഉണ്ടായത്. അത് മുതൽ ഇതുവരെയും പ്രേക്ഷകർ ഒരുപക്ഷെ ലോക മലയാളികൾ തന്നെ വളരെയധികം ആശങ്കയോട് തന്നെയാണ് കാത്തിരുന്നത് ആ ഒരു കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണേ എന്നുള്ളൊരു കാര്യം. അപ്പോഴാണ് ഇപ്പോൾ കൃത്യമായി അവിടെ വിശാഖപട്ടണത്ത് നിന്ന് ആ ഒരു കുട്ടിയെ കണ്ടെത്തിയത്, സുരക്ഷിതയായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസമാണ്. ഇതുവരെ പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ഓരോ അമ്മമാർക്കും ഈ ഒരു വാർത്ത വളരെയധികം ആശ്വാസകരം തന്നെയാണ്. അതിലേറെ പറയേണ്ടത് ഇത്തരത്തിൽ മലയാളികളുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. വിശാഖപട്ടണത്തുള്ള മലയാളി സമാജം പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു കുട്ടിയെ ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്നാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു നിമിഷങ്ങളൊക്കെ തന്നെയും കടന്നു പോകുമ്പോൾ അതിൻ്റെ വൈകാരികമായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതും അത് തന്നെയല്ലേ? യെസ്, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയാണ് വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്തിയത്. വിശാഖപട്ടണത്തുള്ള മലയാള സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. വീട്ടിൽ നിന്നും പറയാതെ ഇറങ്ങിപ്പോയ കുട്ടിയാണ് വിശാഖപട്ടണത്ത് എത്തിച്ചേർന്നത്. ഇപ്പോൾ കുടുംബം കുട്ടിയുമായി സംസാരിച്ചിരിക്കുന്നു. കുട്ടി സുരക്ഷിതയായി തന്നെ ഉണ്ട്. ഉടൻ തന്നെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ കുട്ടിയെ നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് മാതാപിതാക്കൾ കുട്ടിയെ വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു. വൈകാരികമായി തന്നെയാണ് അവർ പിന്നീട് പ്രതികരിച്ചത്. എന്തുതന്നെയായാലും തങ്ങളുടെ മകളെ സുരക്ഷിതയായി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അവർ അറിയിച്ചിരിക്കുന്നു. തങ്ങൾക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും അവർ നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് എത്ര പെട്ടെന്ന് ആകും കുട്ടിയെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. വിനീഷ ചേർന്നുണ്ട്. വിനീഷ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബം വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നു. എന്തുതന്നെയായാലും അവർ ആശ്വാസത്തോടെ പറയുകയാണ് തങ്ങളെ പിന്തുണച്ചവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇനി കാണേണ്ടത് ഇനി എത്ര പെട്ടെന്ന് തന്നെ ആ കുട്ടി തങ്ങളുടെ മാതാപിതാക്കളുടെ അരികിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഇനി ഓരോ പ്രേക്ഷകരും മലയാളികളും കാത്തിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ മാതാപിതാക്കൾ ഒട്ടാകെ വളരെയധികം പ്രാർത്ഥനകളോട് തന്നെയാണ് ഈ ഒരു മണിക്കൂറുകൾ ചെലവഴിച്ചത്. എല്ലാവരും ആ ഒരു കുട്ടി സുരക്ഷിതയെ തന്നെ എത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അതിന് കൃത്യമായൊരു ഫലം ഉണ്ടായിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഇത്രത്തോളം ഈ ഒരു നിമിഷങ്ങളൊക്കെ തന്നെയും കടന്നു പോകുന്നത് കേരളത്തിന് അതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. മുൻപ് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കൊച്ചുകുട്ടികൾ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്, പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയും മുൻപ് ചില നേർക്കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. എന്നിരുന്നാൽ കൂടിയും അതൊക്കെ വെച്ചാണ് ഈ ഒരു വിഷയത്തെയും നമ്മൾ ആദ്യം നോക്കിക്കണ്ടത്. എത്രത്തോളം സുരക്ഷിതയായിരിക്കും ആ ഒരു കുട്ടി ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുക എന്നുള്ളൊരു ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ അതിനെല്ലാം ഇപ്പോൾ മാറ്റി ഇപ്പോൾ ആശ്വാസമായി കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു കാത്തിരിപ്പും ഒക്കെ തന്നെയും വളരെയധികം വൈകാരിക നിർഭരമായിരുന്നില്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, ഏറെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ കടന്നുപോയതെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കുട്ടി ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വിങ്ങി പൊട്ടിക്കൊണ്ട് പിതാവ് സംസാരിക്കുന്നു, മാതാവും സമാനമായ രീതിയിൽ സംസാരിക്കുന്നു. വളരെ പ്രതീക്ഷകൾ തന്നെയാണ് കുട്ടിയെ കാണുന്നതോടുകൂടി അവരുടെ കണ്ണുകളിൽ നമുക്ക് ഈ രക്ഷകർത്താക്കളുടെ കണ്ണുകളിൽ കാണാൻ സാധിച്ചത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്റെ മകളോട് സംസാരിക്കുന്നു. ആദ്യം തന്നെ എന്തിനാണ് മോളെ നീ ഇറങ്ങിപ്പോയത് എന്ന ചോദ്യമാണ് പിതാവ് ചോദിക്കുന്നത്. തൊട്ട് പിന്നാലെ അമ്മയും ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചോ എന്നെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഏറെ പ്രതീക്ഷയോടുകൂടി കുട്ടിയെ കാത്തിരിക്കുകയാണ് ഈ വീട്ടിലെ ഈ കുട്ടിയുടെ രക്ഷകർത്താവും മാതാവും പിതാവും. അത് തന്നെയാണ് അവർ ഈ കുട്ടിയോട് ഫോണിൽ പറഞ്ഞതും. നിലവിൽ ചെന്നൈയിൽ ഈ കുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങിയ ചെന്നൈയിലെത്തിയ കേരള പോലീസിന്റെ പ്രത്യേക ടീം അവർ ഇവിടേക്ക് പോയിട്ടുണ്ട്. പെൺകുട്ടിയെ നിലവിൽ വിശാഖപട്ടണത്തേക്ക് പെൺകുട്ടിയെ തേടി പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.